അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെ പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘുനാഥ്, എപ്പോഴാണ് ഈ സെബാസ്റ്റ്യനെ എത്തിക്കുക? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? 11 മണിയോടുകൂടി സെബാസ്റ്റ്യനെ ഈ വീട്ടിലെത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ വിവിധ ജ്വല്ലറിയിലും പണമിടപാട് സ്ഥാപനങ്ങളിലുമൊക്കെ എത്തിച്ച് സെബാസ്റ്റ്യനെ തെളിവെടുത്തിരുന്നു. ആ ദിവസം ഇവിടേക്ക് കൊണ്ടുവന്നില്ല. നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടേക്ക് വീണ്ടും കൊണ്ടുവരിക. ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ സംശയമുനയിലുള്ള 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ അന്വേഷണവും നടത്തേണ്ടതുണ്ട്. 3 പേരുടെയും ഇപ്പോൾ ഒരു മൃതദേഹാവശിഷ്ടമാണ് കിട്ടിയത്. മറ്റ് 2 പേർക്കും എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിശദമായി ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും വേണ്ടിയാണ് സെബാസ്റ്റ്യന്റെ ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത്. മുൻപ് സെബാസ്റ്റ്യന്റെ ഈ വീടിന്റെ തറ പൊളിച്ചു. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു മുറിയുടെ ടൈൽസ് മാറ്റി ഗ്രാനൈറ്റ് ഇട്ടു എന്നുള്ളൊരു വിവരം ഉണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തറ പൊളിച്ച് പരിശോധിക്കാനുള്ള ഒരു ആലോചന പോലീസ് നടത്തിയിരുന്നു. റവന്യൂ വകുപ്പിന്റെ അനുമതി ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇയാൾ ഈ സെബാസ്റ്റ്യൻ വളരെ പ്രിപ്പയർഡ് ആണ് എന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അയാൾ വളരെ കോൺഫിഡന്റ് ആണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി നൽകാതെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലേ? 2006 കൊച്ചല സ്വദേശിയായ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. അന്നു മുതൽ പോലീസിന്റെ സംശയനിഴലിലുള്ള ആളാണ് സെബാസ്റ്റ്യൻ. പലതവണ അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിവിദഗ്ധമായി ചോദ്യങ്ങളോട് നിസ്സഹകരിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. പോലീസിന്റെ ഒരു സംശയം ഇയാൾക്ക് അഭിഭാഷകരുടെയൊക്കെ പിന്തുണ അല്ലെങ്കിൽ അഭിഭാഷകരുടെ രീതിയിലുള്ള നിയമോപദേശമൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്രയും വളരെ പ്രിപ്പയറായി ബോധപൂർവമായി ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. പക്ഷേ അപ്പോഴും പോലീസിന് ഈ കേസിലേക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കാലപ്പഴക്കം തന്നെയാണ്. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകളെ കാണാതായ സംഭവമാണ്. അന്നൊന്നും കാര്യമായ രീതിയിലുള്ളൊരു പുരോഗതി ആ കേസുകൾക്കൊന്നും ഉണ്ടായില്ല എന്നുള്ളത് പോലീസിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ശരി രഘു, എന്തായാലും ഇന്ന് സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പിന് 11 മണിക്ക് വീട്ടിലെത്തുമെന്നുള്ള വിവരമാണ് രഘു നൽകുന്നത്.